അതെ, ആ കൈയെടുത്തേ. കണ്ണടച്ച് നിൽക്കാൻ നമ്മളെന്താ സാറ്റ് കളിക്കാണോ? ഇക്കാര്യത്തിൽ റിസ്ക് എടുക്കാൻ നിന്നാലേ ജീവിതകാലം മുഴുവൻ ഞാൻ ദുഃഖിക്കേണ്ടി വരും. ഞാൻ തനിയെ ചെയ്തോളാം. അഗസ്ത്യ അവളെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു. അത് പിന്നെ ഇക്കാര്യത്തിൽ എനിക്ക് മുൻപരിചയമൊന്നും ഇല്ലല്ലോ, അതുകൊണ്ടാ. തൻ്റെ കൈ പിൻവലിച്ചുകൊണ്ടാണ് അവളത് പറഞ്ഞത്. ആണോ? ഞാൻ അറിഞ്ഞില്ല. മുൻപരിചയമില്ലത്ര. അതും പറഞ്ഞു അവളെ നോക്കി പുച്ഛിച്ചു. എൻ്റെ ടവലിങ്ങെടുത്തേ. അവൻ പറഞ്ഞതും ദിശ അവൻ്റെ ടവലെടുത്ത് അവൻ്റെ കൈ കൊടുത്തു. അവനാണെങ്കിൽ ഭാവമാറ്റമൊന്നും കൂടാതെ ഒറ്റ കൈകൊണ്ട് അവളുടെ മുന്നിൽ വെച്ച് തന്നെ പാൻറ് ഊരി. ശേഷം ബോക്സറിന് മീതിയായി ടവൽ ചുറ്റിയതും ദിശയുടെ കണ്ണുകൾ ബുൾസൈ പോലെയായി. അവൾ പെട്ടെന്ന് മുഖം തിരിഞ്ഞു നിന്നു. അവളുടെ ചേഷ്ടകൾ കാണവേ അവന് ചിരി വരുന്നുണ്ടായിരുന്നു. ഈശ്വര, നാണെന്നത് ഇങ്ങേരുടെ 7 അയലത്തു കൂടി പോയിട്ടില്ല. ഇനിയിപ്പോ ഇക്കാര്യത്തിൽ ഇങ്ങേർക്ക് വല്ല മുൻപരിചയവും ചോദിച്ചാലോ? ഹേയ് വേണ്ട, മോശമല്ലേ. ഞാനൊരു സംശയ രോഗിയാണെന്ന് കരുതിയാലോ? എന്നാലും ഇമാതിരി തൊലിക്കട്ടി കാണ്ടാമൃഗത്തിന് പോലും കാണില്ല. അതെ, സ്വപ്നം കണ്ടു കഴിഞ്ഞെങ്കിൽ എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വന്നേ. അപ്പോൾ കുളിക്കുന്നില്ലേ? അവൾ ചോദിച്ചു. കൈ ശരിക്കും വേദനിക്കുന്നുണ്ട്, നല്ല വിശപ്പും. ഈ അവസ്ഥയിൽ കുളി നടക്കില്ല. ആദ്യം ഫുഡ്, പിന്നെ കുളി. ഒന്ന് മൂളുക മാത്രം ചെയ്ത് അവൾ മുന്നോട്ട് നടന്നു. ദിശ. അവൾ ഡോറിനരികിലെത്തിയതും ഒരു പിൻവിളി വന്നു. എന്താ എന്ന പോലെ അവൾ തിരിഞ്ഞു നോക്കി. ദിശ, ഒന്നിങ്ങ് വന്നേ, ഇവിടെ ചൊറിഞ്ഞിട്ട് വയ്യ, ഒന്ന് ഹെൽപ്പ് ചെയ്തേ. അവന്റെ പറച്ചിൽ കേട്ടപ്പോ അവൾക്ക് നാക്ക് ചൊറിഞ്ഞു വന്നതാണ്. പിന്നെ ഒന്നും പറയാൻ നിൽക്കാതെ അവൾ അവന്റെ അരികിലേക്ക് നടന്നു. ദേ, ഇവിടെയാ ചൊറിയണത്, ഒന്ന് ചൊറിഞ്ഞു താടി എന്നും പറഞ്ഞ് അവൻ അവൾക്ക് നേരെ തന്റെ പുറം കാട്ടിക്കൊടുത്തു. അവിടെയല്ല ദിശ, ഇവിടെയാ. എവിടെ? ദേ ഇവിടെ ഇവിടെ. എവിടെയോ? അല്ലതെ ഇവിടെ. അവനവളെ വട്ട് പിടിപ്പിച്ചു. അവൻ പറയുന്നിടത്തൊക്കെയും ചൊറിഞ്ഞു കൊടുത്തു. ആ മതി മതി. ദിശ, ഒന്ന് നിന്നേ, എൻ്റെ ടവൽ ഇപ്പം അഴിഞ്ഞു വീഴൂട്ടോ. ഒന്ന് നേരെ ഉടുപ്പിച്ചു താടി. ഹാവു, രക്ഷപ്പെട്ടു എന്നും കരുതി നടക്കാനിരുന്നതാ. അപ്പോഴടുത്ത ആവശ്യം പറഞ്ഞ് അവൻ വിളിക്കുന്നത്. അയ്യേ, എനിക്കൊന്നും വയ്യ, അവൾ പറഞ്ഞു. ദിശ പ്ലീസ്, അവൻ കെഞ്ചി പറഞ്ഞതും ദിശ അവൻ്റെ അരികിൽ ചെന്ന് ടവൽ നേരെ ഉടുത്തു കൊടുത്തു. താങ്ക് യു ഹണി, അവളുടെ കവിളിൽ ചുംബിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ശേഷം അവൾ താഴേക്ക് നടന്നു. അവൾ പോയെന്ന് ഉറപ്പുവരുത്തി അവൻ ആംസ്ലിംഗ് പൗച്ച് ഊരിയെടുത്ത് കൈയൊന്ന് കുടഞ്ഞു. അവൾ ഏത് നിമിഷവും തിരിച്ചു വരാമെന്ന് അറിയാവുന്നതുകൊണ്ട് അവൻ സ്ലിംഗ് പൗച്ചിൽ കൈ കയറ്റി വെച്ചു. ദിശ അവന് കഴിക്കാനുള്ള ഭക്ഷണവുമായി വരുമ്പോൾ അഗസ്ത്യ കട്ടിലിൻ്റെ ഹെഡ് ബോർഡിൽ ചാരി ഇരിപ്പുണ്ട്. ഇല്ലാത്ത ഔഷധമൊക്കെയും മുഖത്ത് വരുത്തിയിട്ടാണ് അവൻ ഇരിക്കുന്നത്. ഇല്ലെങ്കിൽ അവൾക്ക് സംശയവും തോന്നിയാലോ? ഇടയ്ക്കിടെ മണ്ടത്തരം എഴുന്നള്ളിക്കുമെങ്കിലും കുറുക്കൻ്റെ ബുദ്ധിയാണ് പെണ്ണിന്. കുറച്ചു നേരം അവളെ വട്ടം കറക്കണം, അത്ര മാത്രമേ അവനുണ്ടായിരുന്നുള്ളൂ. ദിശ അവൻ്റെ അരികിൽ വന്നിരുന്നു. എന്താ ദിശ ഇത്? എത്ര നേരായി പോയിട്ട്? കൈ വയ്യാത്ത ഒരാളെ മുറിയിൽ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോയെന്ന ബോധം വല്ലതും നിനക്കുണ്ടോ? കൈയാണെങ്കിലേ ഒടുക്കത്തെ വേദനയും. സച്ചുവേട്ടൻ, ഞാൻ താഴേക്ക് ചെന്നത് ഫ്ലൈറ്റ് പിടിച്ചിട്ടല്ല, എൻ്റെ ഈ 2 കാലം ഉണ്ടാ. എനിക്ക് ഇത്രയൊക്കെ സ്പീഡിലൊക്കെ വരാനൊക്കത്തുള്ളൂ. അല്ല, നേരത്തെ നിങ്ങൾക്ക് ഈ വേദന ഒന്നും ഇല്ലായിരുന്നല്ലോ, ഇപ്പം പെട്ടെന്ന് എവിടെ നിന്ന് ഈ വേദന വന്നു? അത് ശരി, അപ്പോൾ നേരത്തെ എനിക്ക് വേദന ഇല്ലാത്തതാണ് നിനക്ക് വിഷമം. അല്ലെങ്കിലും എൻ്റെ കൈ ഒടിഞ്ഞതിൽ നിനക്കൊരു വിഷമവും ഇല്ലെന്നേ നിന്റെ മുഖം കണ്ടാൽ അറിയാം. അതെ, എനിക്കൊരു വിഷമവും ഇല്ല. അല്ലെങ്കിലും ഞാൻ എന്തിനു വിഷമിക്കണം? ഞാൻ പറഞ്ഞോ നിങ്ങളോട് കൈ ഒടിച്ചു വരാൻ? അന്നേരം അവനവളെ ദഹിപ്പിച്ചു നോക്കി. എനിക്കറിയാടി നീ ഇത് തന്നെ പറയുമെന്ന്. എൻ്റെ ബലമായ സംശയം നീ തന്നെയാണ് എന്നെ വണ്ടി ഇടിച്ച് കൊല്ലാൻ നോക്കിയതെന്ന്. അഗസ്ത്യ പറഞ്ഞതും ദിശ ഞെട്ടലോടെ അവനെ നോക്കി. അപ്പോൾ നേരത്തെ പട്ടി കുറുകെ ചാടിയെന്ന് പറഞ്ഞത് കള്ളാണ്. ആരായിരിക്കും ഇങ്ങനെ കൊല്ലാൻ നോക്കിയത്? ആരാ ആ പുതിയ ശത്രു? അതോ അവരാച്ചൻ വീണ്ടും പണി തുടങ്ങിയോ? ദൈവമേ, ഇദ്ദേഹത്തിന് ഒരാപത്തും വരുത്തല്ലേ. എന്നെ ഒന്ന് സ്നേഹിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ, അപ്പോഴേക്കും നീ ആ സ്നേഹം തട്ടിത്തെറിപ്പിക്കുകയാണോ? ദിശ ദൈവത്തിനോട് തൻ്റെ ഉള്ളിലെ സങ്കടം തുറന്നു പറഞ്ഞു. എന്താ ഇങ്ങനെ ചിന്തിക്കുന്നത്? അവൾക്ക് നേരെ വിരൽ ഞൊടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. അത് പിന്നെ ഞാൻ ആളെ അയച്ച കാര്യം നിങ്ങൾ എങ്ങനെ അറിഞ്ഞു എന്നതാണ്. അവൾ പുറ്റം വാരി വിതറി. എനിക്കറിയാടി, നീ അതും ചെയ്യും അതിനപ്പുറവും ചെയ്യും. ഫസ്റ്റ് നൈറ്റ് മുടക്കാൻ ഇല്ലാത്ത പുലി ഇറക്കിയ ആളല്ലേ. അവളുടെ ഒരു മുത്തുവണ്ണനും കുഴന്തകളും. ആ തമിഴ് കേട്ടാലും മതി, ആൾക്കാരെ കല്ലെറിഞ്ഞു കൊല്ലും. അവനവളെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു. അവന് മുന്നിൽ തോറ്റുകൊടുക്കാൻ പറ്റില്ലല്ലോ എന്ന തോന്നലിൽ അവൾ തൻ്റെ ചമ്മിയ മുഖം വിദഗ്ധമായി മറച്ചു പിടിച്ചു. അതെ, ഫോൺ വിളിച്ചത് ഞാൻ തന്നെയാ. ഫസ്റ്റ് നൈറ്റ് മുടക്കുക എന്ന് തന്നെയായിരുന്നു എൻ്റെ ഉദ്ദേശവും. സമ്മതിച്ചു. പക്ഷേ ഞാൻ നിങ്ങളെ കൊല്ലാൻ നോക്കിയെന്ന് പറഞ്ഞില്ലേ, അത് ഞാനങ്ങ് സമ്മതിച്ചു തരില്ല.
നിങ്ങളുടെ കൈ ഒടിഞ്ഞതിൽ എനിക്ക് വിഷമമില്ലെന്ന് പറഞ്ഞത് കേട്ടപ്പോഴേ എനിക്ക് പെരുത്ത് കയറിയതാ. അല്ല, ഞാൻ എന്ത് ചെയ്യണമെന്നാ നിങ്ങൾ ഈ പറയുന്നത്? നെഞ്ചത്തടിച്ച് ഉറക്കെ കരയണോ? എനിക്കങ്ങനെ പുറമെ സങ്കടം വരുത്തി ആരെയും ബോധിപ്പിക്കണമെന്നൊന്നുമില്ല. ദേഷ്യത്തിൻ്റെ മുഖപടലമണിഞ്ഞു ദിശ തൻ്റെ ഉള്ളിലെ സങ്കടം പ്രകടിപ്പിച്ചു. എനിക്ക് വയ്യ, ഭക്ഷണം ഒന്ന് വാരിത്തരാം, വേണേ തന്നെത്താൻ കഴിക്ക് എന്നും പറഞ്ഞ് അവൾ അവൻ്റെ മടിയിൽ പ്ലേറ്റ് വെച്ച് ബെഡിൽ നിന്ന് എഴുന്നേറ്റു. ഷെടാ, തൻ്റെ പദ്ധതിയൊക്കെ ആകെ പൊളിഞ്ഞല്ലോ. ഷോ ഇറക്കേണ്ടിയിരുന്നില്ല. ഇതൊക്കെ വലിച്ചു ചുറ്റി വന്നത് വെറുതെ ആയോ? റൂട്ട് മാറ്റി പിടിക്കാം എന്ന് മനസ്സിൽ പറഞ്ഞ അവൻ ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. കേൾക്കുന്ന പ്രാന്തായ അവൻ്റെ ചിരി കണ്ട് അവൾ അന്നേരം ചിന്തിച്ചു. ഞാൻ അപ്പോഴേ ആര്യനോട് പറഞ്ഞതാ. അഗസ്ത്യ പറഞ്ഞു തുടങ്ങി. എന്ത്, നിങ്ങൾക്ക് പ്രാന്താണെന്നോ? പ്രാന്ത് നിന്റെ തന്തയ്ക്ക് എന്ന് പറയാൻ വേണ്ടി പുറത്തിട്ട് നാക്ക് അവൻ അകത്തിട്ട് അവളെ നോക്കി ഇല്ലാത്ത ചിരി വരുത്തിച്ചു. ദിഷ, ആക്ച്വലി ഞാനും ആര്യനും തമ്മിൽ ഒരു ബെറ്റ് വെച്ചിരുന്നു. ബെറ്റിൽ ഞാൻ തോറ്റു. പകരം അവരെനിക്ക് തന്ന ടാസ്കേ നിന്നൊന്ന് കരയിപ്പിക്കണം എന്നതാണ്. അതിനുള്ള മാറ്റർ അവൻ തന്നെ തന്നായിരുന്നു. അതാണ് തൊട്ടു മുൻപ് നീ കണ്ടത്. ഞാൻ അന്നേരം അവനോട് പറഞ്ഞതാ, ഞാനിനി ചത്താലും നീ കരയില്ലെന്ന്. അത് കേട്ടതും അവൾ അവനെ പിന്നെയും ദഹിപ്പിച്ചു നോക്കി. അത് അപ്പോ, പക്ഷേ ഇപ്പൊ എനിക്കറിയാലോ, എനിക്കൊരു ഉറുമ്പ് കടിച്ചാൽ പോലും നിനക്ക് സഹിക്കില്ലെന്ന്. അവളുടെ ആ നോട്ടത്തിലെ പന്തികേട് മനസ്സിലായതും അഗസ്ത്യ തിരുത്തി. അല്ല, എന്നെ കരയിപ്പിക്കുന്ന വീഡിയോ കൂട്ടുകാരന് അയച്ചു കൊടുക്കണ്ടേ? നേരത്തെ നടന്ന സംഭവമൊക്കെയും നമുക്ക് ഒന്നുകൂടെ റീക്രിയേറ്റ് ചെയ്താലോ? വേണേ ഞാൻ അതിൽ കരയും ചെയ്യാം, ദിഷ പരിഹാസ രൂപേണ പറഞ്ഞു. ഹേയ്, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ പറയുന്നത് അവന് വിശ്വാസമാണ്. ആണല്ലേ? ഇതൊക്കെ ഞാൻ വിശ്വസിച്ചു എന്ന് നിങ്ങൾ വിശ്വസിച്ചോട്ടാ. ഒരടവും കൊണ്ട് ഇറങ്ങിക്കോളും. അതെ, നിങ്ങൾ വലിയ DCP ഒക്കെ ആയിരിക്കാം. അതൊക്കെ ഈ മുറിക്ക് വെളിയിൽ. ഇനി നിങ്ങളെ DCP അല്ല CM ആയാലും ശരി, നമ്മുടെ ബെഡ്റൂമിൽ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാണ്. ഇതിപ്പോൾ എല്ലാം മറന്ന് കൂടെ പോകുന്നത് തെറ്റായെന്നാ തോന്നുന്നത്. കൂടുതൽ ഷോ ഇറക്കിയാലേ നാളെ രാവിലെ ഞാൻ സ്ഥലം വിടും. ദിശ ഭീഷണി ഇറക്കി. ഞാൻ പറഞ്ഞല്ലോ അതൊക്കെ സ്ക്രിപ്റ്റ് ആയിരുന്നു എന്ന്. അതൊക്കെ നീ വിട്ടുകളാ. ഇനി നമ്മുടെ ബെഡ്റൂമിൽ സ്ക്രിപ്റ്റും ഇല്ല, ഒരു മണ്ണാങ്കട്ടയും ഇല്ല. ഓൺലി റൊമാൻസ്. അതുകൊണ്ട് മോളെ, ഈ പ്ലേറ്റ് എൻ്റെ മടിയിൽ നിന്ന് എടുത്തേ. എന്നിട്ടേ കൈ വയ്യാത്ത ചേട്ടന് വാരി തന്നാട്ടെ. എനിക്ക് വിശക്കുന്നെന്ന്. എനിക്ക് വയ്യ. ദച്ചൂസ്, അങ്ങനെ പറയല്ലേ പ്ലീസ്. അവൻ കണ്ണുകൾ കൊണ്ട് കെഞ്ചി പറഞ്ഞതും ദിശ വീർപ്പിച്ചു വെച്ച മുഖവുമായി പ്ലേറ്റ് കൈ പിടിച്ച് ഒരു ചപ്പാത്തി അതുപോലെ അവൻ്റെ വായിലേക്ക് കുത്തിത്തിരുകി. ദച്ചൂസ്, ഭർത്താവെന്ന പരിഗണന വേണ്ട, ഒരു മനുഷ്യജീവി എന്ന പരിഗണന തരായിരുന്നു. ഇതെങ്ങാനും തൊണ്ടയെ കുടുങ്ങി ഞാൻ ചത്താ ജീവിതകാലം മുഴുവൻ നീ അതോർത്ത് ദുഃഖിക്കേണ്ടി വരൂട്ടോ. ഞാൻ ദുഃഖിച്ചോളാം. ഞാൻ നിങ്ങളോട് പറഞ്ഞോ എൻ്റെ കൂടെ ദുഃഖിക്കാൻ? അല്ലെങ്കിലും ചത്ത ഞാനെങ്ങനെ ദുഃഖിക്കാനാ? അന്നേരം അവളുടെ ദേഷ്യം ഇരട്ടിച്ചു. അവൾ പിന്നെയും വലിയൊരു കഷ്ണം ചപ്പാത്തി എടുത്ത് അവൻ്റെ വായിലേക്ക് കുത്തി കയറ്റി. എൻ്റെ ദിശ, നീ എന്തൊരു ഭാര്യയാടി. അപ്പോൾ നീ ആദ്യമൊക്കെ എന്നോട് കാണിച്ച സ്നേഹപ്രകടനങ്ങളൊക്കെയും വെറും അഭിനയമായിരുന്നു അല്ലേ? അത് കേട്ടതും അവൾ അവനെ കൂർപ്പിച്ചു നോക്കി. അതെ, അഭിനയമായിരുന്നു. ചിലർ പറയും ദിശ അഹങ്കാരിയാണ്, തന്നിഷ്ടക്കാരിയാണ്. ചിലർ പറയുന്നു ദിശ ഭയങ്കര ഓവറാണ്. ചിലർ പറയും ദിശ വെളിവില്ലാത്തവളാണ്, കുട്ടിക്കളി മാറാത്തവളാണ്. ഇതിപ്പോ ഞാൻ അഭിനയിക്കുമായിരുന്നു എന്ന് ആദ്യമായിട്ട് ഒരാൾ പറയുക, അതും നിങ്ങൾ. സന്തോഷം. എന്നെ ശരിക്കും മനസ്സിലാക്കിയല്ലോ അല്ലേ? ദിശയുടെ തൊണ്ടയിടറി, കണ്ണൊക്കെ നിറഞ്ഞു തുടങ്ങി. ഓ, അങ്ങനെ ഒരാഗ്രഹവും സാധിച്ചു. നീ ഒന്ന് കരഞ്ഞു കണ്ടല്ലോ. അവളുടെ കരച്ചിൽ കണ്ട് അവൻ തമാശ രൂപേണ പറഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി. അന്നും എന്നും നിങ്ങൾക്ക് എന്നെ കരയിപ്പിക്കാനായിരുന്നല്ലോ ഏറെ ഇഷ്ടം. ഞാൻ നിങ്ങളുടെ സങ്കല്പത്തിലെ പെണ്ണല്ലല്ലോ അല്ലേ? അതുമല്ല, തലയ്ക്ക് വെളിവില്ലാത്ത കൊച്ചുകുട്ടി. ഇയാൾ ഗിരിയേട്ടന് പഠിക്കുമായിരുന്നല്ലോ. ദിശ പറയുന്നത് കേട്ടതും അഗസ്ത്യയുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. അതോടൊപ്പം ചുണ്ടിൽ ഒരു ചെറു പുഞ്ചിരി വിരിഞ്ഞു. അവൻ്റെ ഓർമ്മകൾ 3.5 വർഷം പിന്നിലേക്ക് സഞ്ചരിച്ചു. IPS ട്രെയിനിങ് കഴിഞ്ഞു. ആദ്യ പോസ്റ്റിംഗ് കൊച്ചിയിലായിരുന്നു. ഇപ്പോൾ അസിസ്റ്റന്റ് കമ്മീഷണറായി ചാർജ് എടുത്ത് 1 വർഷം കഴിഞ്ഞു. അന്നൊരു ഞായറാഴ്ചയായിരുന്നു. കൊച്ചിയിലെ പ്രശസ്തമായ ക്യാൻസർ സെന്ററിലേക്കുള്ള യാത്രയിലാണ് അഗസ്ത്യ. അവൻ ഏറെ പ്രിയപ്പെട്ട ഒരാളെ കാണാനാണ് യാത്ര. എല്ലാ ഞായറാഴ്ചയും ഈ യാത്ര പതിവാണ്. 2 മാസമായി ഈ യാത്ര തുടങ്ങിയിട്ട്. അഗസ്ത്യയുടെ കാർ ക്യാൻസർ സെന്ററിന്റെ ഗേറ്റ് കടക്കാനൊരുങ്ങവേ അവന്റെ മനസ്സിലേക്ക് ലക്ഷ്മിയമ്മയുടെ വാക്കുകൾ ഓടിയെത്തി. അച്ചു, നീ അടുത്ത ആഴ്ച വരുമ്പോഴേ എനിക്ക് നാരങ്ങ മിഠായി വാങ്ങിച്ചു കൊണ്ടുവരണേ. അഗസ്ത്യ തന്റെ വണ്ടി തൊട്ടു മുന്നിലെ കടയിലേക്ക് തിരിച്ചു. അവൻ വണ്ടിയിൽ നിന്നിറങ്ങി. ഫോർമൽ ഷർട്ടും പാൻറ്റും ആയിരുന്നു അവന്റെ വേഷം. ചേട്ടാ, ഇവിടെ നാരങ്ങ മിഠായുണ്ടോ? കടക്കാരനോട് അഗസ്ത്യ കാര്യം തിരക്കി. ഇല്ലല്ലോ, ഇപ്പം അതൊന്നും വരാറില്ല. അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ആരായി നാരങ്ങ മിഠായി കഴിക്കുക? വാര്യര് പറയും പോലെ ഇത് അയാളുടെ കാലല്ലേ. ഡയറി മിൽക്ക് സിൽക്കിന്റെ
കൊച്ചു കുട്ടികൾക്കും കോളേജ് പിള്ളേർക്കും എന്തിനു വയസ്സന്മാർക്ക് പോലും ഇപ്പൊ സിൽക്ക് മതി. കടക്കാരൻ പറഞ്ഞു. വയസ്സന്മാർക്ക് ഇന്ന് മാത്രമല്ല അന്നും സിൽക്കിനോട് വല്ലാത്തൊരു പ്രിയം തന്നെയായിരുന്നു. അതിനിടയിൽ സാധനം വാങ്ങിക്കാൻ വന്ന മറ്റൊരു വയസ്സായ ചേട്ടൻ ചിരിയോടെ പറഞ്ഞു. അഗസ്ത്യ പോലീസ് ഓഫീസറാണെന്ന് അവർക്കൊന്നും അറിയില്ലായിരുന്നു. ഈ നാരങ്ങ മിഠായി ഇവിടെ എവിടെയെങ്കിലും കിട്ടുമോ? അഗസ്ത്യ അയാളോട് വീണ്ടും തിരക്കി. തനിക്ക് ഈ നാരങ്ങ മിഠായി അത്രയ്ക്ക് ഇഷ്ടമാണോ? കടക്കാരൻ വീണ്ടും തിരക്കി. എനിക്കല്ല, എൻ്റെ അമ്മയ്ക്കാ. അമ്മ ഇവിടുത്തെ ക്യാൻസർ സെൻ്ററിലെ പേഷ്യൻ്റാണ്. ഈ മിഠായിക്ക് വേണ്ടി എൻ്റെ വരവും കാത്തിരിക്കുന്നുണ്ടാവും, അഗസ്ത്യ കടക്കാരനോട് പറഞ്ഞു. അഗസ്ത്യയുടെ പറച്ചിലിൽ കടക്കാരന് വലിയ കുലുക്കൊന്നുമില്ല. ഇതുപോലെ എത്രയോ പേര് ഓരോ സാധനം ഉണ്ടോയെന്ന് ചോദിച്ചു വരും. പലരും ഇതുപോലെ അവരുടെ പ്രിയപ്പെട്ടവരുടെ കഥകൾ വന്ന് പറഞ്ഞിട്ട് പോവും. കടക്കാരൻ ഈ ചെവിയിൽ കൂടി കേട്ട് മറ്റേ ചെവിയിൽ കൂടി വിടും. അറിയില്ല, താനേ ദോ ആ കടയിൽ ചോദിച്ചു നോക്ക്, ചിലപ്പോൾ കിട്ടുമായിരിക്കും, കടക്കാരൻ മറ്റൊരു കട ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. അഗസ്ത്യ ഒന്ന് മൂളി അവിടെ നിന്ന് മുന്നോട്ട് നടന്നു. അയാൾ പറഞ്ഞ ആ കട കൂടാതെ വേറെ 3-4 കടകളിൽ കൂടി അന്വേഷിച്ചെങ്കിലും അവിടെ എവിടെയും നാരങ്ങ മിഠായി ഇല്ലായിരുന്നു. ഒടുവിൽ അഗസ്ത്യ തൻ്റെ വണ്ടിയിൽ കയറി ക്യാൻസർ സെന്ററിനകത്തേക്ക് പ്രവേശിച്ചു. ഇതൊക്കെ വീക്ഷിച്ചു ദിശ കടത്തിണ്ണയിൽ ഉണ്ടായിരുന്നു. ആ കാഴ്ച അവളിൽ വേദന നിറച്ചു. ആള് മുഖം തിരിഞ്ഞു നിന്ന് സിപ്പപ്പ് കുടിക്കുന്ന തിരക്കിലാണ്. അന്നവൾ +2 പഠിക്കുകയാണ്. തിരുവനന്തപുരത്താണ് അവളുടെ വീടും പഠനമൊക്കെയും. ഇവിടെ കൊച്ചിയിൽ അമ്മയുടെ കൂടെ വന്നതാണ്. അവളുടെ അമ്മയ്ക്ക് ക്യാൻസർ രോഗം സ്ഥിരീകരിച്ചതും ട്രീറ്റ്മെന്റിന് വേണ്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നതാണ്. അമ്മയ്ക്ക് കൂട്ടു നിൽക്കുന്നത് അവളാണ്. അച്ഛനും ചേച്ചിയും നാട്ടിലാണ്. അവരിടയ്ക്കിടെ വരും. ചേച്ചിക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. അച്ഛന് കട തുറക്കാതെ പറ്റില്ല. തനിക്കും പഠിക്കാനൊക്കെ ഉണ്ട്. സ്കൂളിൽ നിന്നും ലീവ് വാങ്ങി സ്വന്തമായി പഠിക്കുന്നു. പ്രിലിമിനറി സ്റ്റേജിൽ തന്നെ രോഗം കണ്ടെത്തിയതിനാൽ അമ്മയുടെ കാര്യത്തിൽ പേടിക്കാനൊന്നുമില്ലായിരുന്നു. ഇവിടെ വന്നിട്ട് 2 ആഴ്ചയായി. 2 മാസത്തെ ഇവിടുത്തെ ചികിത്സ കഴിഞ്ഞാൽ തങ്ങൾ നാട്ടിലേക്ക് മടങ്ങും. അഗസ്ത്യ പോയ വഴിയ ദിശ നോക്കി. ആരാണ് അമ്മ എന്നറിയാൻ അവൾക്കൊരാഗ്രഹം. അവൾ അവൻ്റെ പിന്നാലെ വെച്ച് പിടിച്ചു. വണ്ടി പാർക്ക് ചെയ്ത് നടന്നു വരുന്ന അവനെ കണ്ടതും അവൾ മറഞ്ഞു നിന്നു. ഒറ്റ നോട്ടത്തിൽ അടിവയറ്റിൽ മഞ്ഞു കോരിയിട്ട ഫീൽ. എൻ്റെ ഗിരിയേട്ടാ, അവൾ അറിയാതെ പറഞ്ഞുപോയി. അകത്തേക്ക് നടക്കുന്ന അഗസ്ത്യയെ ഫോളോ ചെയ്ത് അവൻ ആരെയാണ് കാണാൻ വന്നത് എന്നൊക്കെ അവൾ കണ്ടുപിടിച്ചു. കുറച്ചു കഴിഞ്ഞതും അമ്മയെ വീൽ ചെയറിലിരുത്തി അഗസ്ത്യ അവിടുത്തെ ഗാർഡനിൽ ചെന്നു. പിന്നീട് ആ അമ്മയും മകനും അവരുടേതായ ലോകത്തായിരുന്നു. 2 പേരും ചിരിച്ചു വർത്തമാനം പറയുന്നു. അതിനിടയിൽ അവൻ കൊണ്ടുവന്ന സാധനങ്ങൾ അവരെ കഴിപ്പിക്കുന്നു. അമ്മയ്ക്ക് പുസ്തകം വായിച്ച് കേൾപ്പിക്കുന്നു. ഇയർഫോൺ വെച്ച് പാട്ട് കേൾപ്പിക്കുന്നു. 2 പേരും ഒരുമിച്ച് നിന്ന് സെൽഫി എടുക്കുന്നു. അതിനിടയിൽ അമ്മയുടെ തലയിൽ നിന്നും ഷോൾ വീണതും അമ്മയുടെ മുഖം വാടി. അന്നേരം അവൻ അവരുടെ ഷാൾ നേരെ ഇട്ട് കൊടുത്ത് അവരെ ചിരിപ്പിക്കാൻ ശ്രമിച്ചു. ദിശ മറഞ്ഞു നിന്ന് ഈ കാഴ്ചകളൊക്കെയും നോക്കി നിന്നു. അമ്മയെ അത്രമേൽ സ്നേഹിക്കുന്ന ആ മകൻ അവളുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ പതിഞ്ഞു. ശേഷം അവൾ ധൃതിയിൽ അവിടെ നിന്ന് പുറത്തേക്ക് നടന്നു. ക്യാൻസർ സെന്ററിന്റെ ഗേറ്റിന് വെളിയിലെത്തി അവൾ നാരങ്ങ മിഠായി അന്വേഷിച്ച് കുറച്ചു ദൂരം നടന്നു. ഒടുവിൽ അവൾ ഇത്തിരി കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നാരങ്ങ മിഠായി സംഘടിപ്പിച്ചു. കുറച്ചധികം വാങ്ങിച്ചെങ്കിലും ഒരു ചെറിയ പാക്കറ്റ് മാത്രമാണ് അവൻ്റെ കാറിന്റെ ബോണറ്റിന് മീതെയായി അവന് കാണാൻ പാകത്തിൽ അവൾ ഭദ്രമായി വെച്ചത്. കൂടെ ഒരു കുറിപ്പും. നാരങ്ങ മിഠായി അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമാണെന്നല്ല പറഞ്ഞത്. നാരങ്ങ മിഠായി ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. വലിയ കാശൊന്നുമില്ല, അതുകൊണ്ട് കാശിൻ്റെ കാര്യം ഓർത്ത് ഇത് നിരസിക്കരുത്. എനിക്ക് അമ്മയെയും അമ്മയുടെ മകനെയും ഒരുപാട് ഇഷ്ടമായി എന്ന് സ്നേഹത്തോടെ ദച്ചു. അത് വായിച്ചതും അഗസ്ത്യ ലെറ്ററും മിഠായും വേസ്റ്റ് ബക്കറ്റിലേക്ക് വലിച്ചെറിഞ്ഞു. തൻ്റെ വണ്ടി കയറി അവിടെ നിന്ന് പോയി. ഈ കാഴ്ച മറഞ്ഞെന്ന് കാണുകയായിരുന്ന ദിശയുടെ മുഖം വാടി. പിന്നീട് അടുത്ത ഞായറാഴ്ചയാണ് അഗസ്ത്യ അവിടെ വന്നത്. ഇത്തവണ നാരങ്ങ മിഠായിയാണ് അവൻ വന്നത്. എന്നാൽ മുറിയിലെത്തി അഗസ്ത്യ കാണുന്നത് നാരങ്ങ മിഠായി ആസ്വദിച്ച് നുണഞ്ഞുകൊണ്ട് ഒരു പുസ്തകം വായിക്കുന്ന ലക്ഷ്മിയെയും. അഗസ്ത്യയെ കണ്ടതും അവർ വായന നിർത്തി നിറഞ്ഞ ചിരിയുമായി അവനെ നോക്കി. അമ്മ എന്തായി കഴിക്കുന്നേ? നാരങ്ങ മിഠായി. നാരങ്ങ മിഠായോ? എവിടെന്ന്? ദച്ചുമോള് തന്നതാ. ദച്ചുമോളോ? അതാരാ? ആ പേര് അവൻ ശ്രദ്ധിച്ചുവെങ്കിലും അതാരാണെന്ന് അവൻ അറിയില്ലല്ലോ. അതിവിടെ തന്നെയുള്ളൊരു കുട്ടിയാ. +2നോ മറ്റോ പഠിക്കുന്ന ഒരു കൊച്ചുകുട്ടി. അവളുടെ അമ്മ ഇവിടെ ചികിത്സയില്ല. ആരെങ്കിലും എന്തെങ്കിലും തന്ന അപ്പം തന്നെ അതങ്ങ് കഴിക്കുക. അമ്മയ്ക്ക് മിഠായി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, അതങ്ങ് കളഞ്ഞേ. ലക്ഷ്മി പറഞ്ഞത് ഇഷ്ടപ്പെടാത്ത മട്ടിൽ അല്പം കടുപ്പിച്ച് അഗസ്ത്യ പറഞ്ഞു. മോനെ, അതൊരു പാവം കുട്ടിയാ. അതുമല്ല, ദേ എനിക്ക് 1 മാസത്തേക്ക് കഴിക്കാനുള്ള നാരങ്ങ മിഠായി അവൾ കൊണ്ടുവന്നിട്ടുണ്ട്. ദച്ചുമോൾ എന്നെ ഈ പുസ്തകം തന്നതും. ആ കുട്ടി എന്നും എൻ്റെ അരികിൽ വരും. ഒരുപാട് നേരം എൻ്റെ കൂടെ ചിലവഴിക്കും. എനിക്ക് പാട്ട് പാടിത്തരും. അവളെ നന്നായിട്ട് പാടും. ശരിക്കും പറഞ്ഞാ ഇന്ന് ഞായറാഴ്ചയാണെന്ന് പോലും ഞാൻ മറന്നു. പിന്നെണ്ടല്ലോ, അവൾ നിന്നെ അന്വേഷിച്ചിരുന്നു കേട്ടോ. അമ്മ പറഞ്ഞത് കേട്ട് അഗസ്ത്യയുടെ മുഖം ചുളുങ്ങിയെങ്കിലും അവൻ അതിനെപ്പറ്റി കൂടുതലൊന്നും പറഞ്ഞില്ല. പതിവ് പോലെ അവരുടെ കൂടെ ഒരുപാട് നേരം ചിലവഴിച്ചു അഗസ്ത്യ അവിടെ നിന്ന് മടങ്ങി.
അവൻ വണ്ടിക്കരികിലെത്തിയതും കഴിഞ്ഞ ആഴ്ചത്തെ പോലെ തന്നെ ബോണറ്റ് മുകളിൽ ഒരു എഴുത്തുണ്ട്. പക്ഷേ മിഠായില്ലായിരുന്നു. അവൻ എഴുത്ത് തുറന്നു നോക്കി. ബുദ്ധിമുട്ടിച്ചതിന് ക്ഷമിക്കണം. കഴിഞ്ഞ ആഴ്ച നിങ്ങൾ എഴുത്ത് വലിച്ചെറിഞ്ഞു. അതെനിക്ക് വിഷയമേ അല്ല. പക്ഷെ ആ നാരങ്ങ മിഠായി വേസ്റ്റ് ബിന്നിൽ കളഞ്ഞത് ഞാൻ ഒരിക്കലും അംഗീകരിച്ചു തരില്ല. നാരങ്ങ മിഠായി ആണെങ്കിലും അത് ഭക്ഷിക്കുന്ന സാധനമാണ്. 10 രൂപയേ ഉള്ളൂവെങ്കിലും എനിക്കത് ചെറിയ കാര്യമൊന്നുമല്ല. നിങ്ങൾ ചെയ്തത് തെറ്റ് തന്നെയാണ്. നിങ്ങൾക്കത് വേണ്ടെങ്കിൽ വേണ്ട, പക്ഷേ അത് കളയേണ്ടിയിരുന്നില്ല. എനിക്ക് ആ അമ്മയ്ക്ക് നേരിട്ട് മിഠായി നൽകാൻ അറിയാഞ്ഞിട്ടല്ല. അമ്മക്ക് മകൻ നൽകുമ്പോൾ കിട്ടുന്ന സന്തോഷം ഞാൻ കൊടുത്താൽ കിട്ടില്ലല്ലോ. അത്രേ ഞാൻ കരുതിയുള്ളൂ എന്ന് തച്ചു. ആ എഴുത്ത് വായിച്ചതും അഗസ്ത്യയിൽ പ്രത്യേകിച്ച് ഭാവമാറ്റങ്ങളൊന്നും ഇല്ലായിരുന്നു. അവൻ അതും ചവറ്റിക്കൊട്ടയിലെറിഞ്ഞു. ദിശയത് പ്രതീക്ഷിച്ചതുമാണ്. ലക്ഷ്മിയമ്മ പറഞ്ഞിരുന്നു മകൻ ഒരു ദേഷ്യക്കാരനാണെന്ന്. പിന്നീടുള്ള ദിവസങ്ങളിലൊക്കെയും ദിശ ലക്ഷ്മിയുടെ മുറിയിലെ നിത്യ സന്ദർശകയായി ലക്ഷ്മിയുമായി വളരെയധികം അടുത്തു. ദിശ ഓരോ ഞായറാഴ്ചയും അഗസ്ത്യയെ അവൻ അറിയാതെ തന്നെ നോക്കിയിരിക്കും. അന്ന് രാവിലെ അവൻ വരുന്നതിന് മുൻപ് അവന് വേണ്ടി എന്തെങ്കിലും ലക്ഷ്മിയമ്മയുടെ കയ്യിൽ കൊടുത്തുവിടും. ലക്ഷ്മിയമ്മയ്ക്ക് കാര്യം പിടികിട്ടിയെങ്കിലും അവളോടൊന്നും ചോദിച്ചില്ല. അങ്ങനെ ദിവസങ്ങൾ ഓരോന്നായി കുഴഞ്ഞു വീണു. ദിഷയുടെ അമ്മയുടെ ചികിത്സ കഴിഞ്ഞു. അവർ നാളെയാണ് ട്രിവാൻഡ്രത്തേക്ക് തിരിച്ചു പോകുന്നത്. അവൾ രാവിലെ തന്നെ ലക്ഷ്മിയമ്മയെ ചെന്ന് കണ്ട് ഇക്കാര്യം പറഞ്ഞു. ലക്ഷ്മിയമ്മയ്ക്ക് കൊടുക്കാൻ അവൾ അച്ഛനോട് പ്രത്യേകം പറഞ്ഞു കൊണ്ടുവന്ന പലഹാരങ്ങളും വീട്ടിലുണ്ടായ മാമ്പഴവും അവൾ ലക്ഷ്മിയെ ഏൽപ്പിച്ചു. മാമ്പഴം സച്ചുവേട്ടന് കൂടി കൊടുക്കണേ അമ്മ. ഇറങ്ങാൻ നേരം അവളത് പറഞ്ഞു ഓടി. അഗസ്ത്യ വന്നതും ലക്ഷ്മിയമ്മ ദിശ ഏൽപ്പിച്ച മാമ്പഴം അവന് കൊടുത്തു. അവൾ കൊടുത്തതാണെന്ന് അറിയുമ്പോൾ നിരസിക്കാറാണ് പതിവ്. ഇതിപ്പോൾ പഴുത്ത മാങ്ങ കണ്ടപ്പോൾ അവനൊരെണ്ണെടുത്ത് കഴിച്ചു. പതിവ് പോലെ വീൽ ചെയറിൽ അമ്മയുമായി അവൻ പുറത്തിറങ്ങി. താഴെ പോകണമെന്നില്ല, നമുക്ക് ഇവിടെ നിന്ന് ഗാർഡനിലെ കാഴ്ച നോക്കിയിരിക്കാമെന്ന് ലക്ഷ്മിയമ്മ പറഞ്ഞപ്പോൾ അഗസ്ത്യ മറുത്തൊന്നും പറഞ്ഞില്ല. ഇരുവരും ഗാർഡനിലെ കാഴ്ചകൾ മുകളിൽ നിന്ന് നോക്കിയിരുന്നു. ഗാർഡനിൽ ദിശയുണ്ടായിരുന്നു. ക്യാൻസർ രോഗികൾക്ക് മുന്നിൽ നൃത്തം ചെയ്ത് അവരെ സന്തോഷിപ്പിക്കുകയാണ് അവൾ. ആ കാഴ്ച അഗസ്ത്യയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവൻ ആ കാഴ്ച കണ്ണടിക്കാതെ നോക്കി നിന്നു. നൃത്തം കഴിഞ്ഞതും ദിശ താനും അമ്മയും നാളെ നാട്ടിലേക്ക് പോവാണെന്ന് പറഞ്ഞ് അവരോടൊക്കെ യാത്ര പറഞ്ഞു. അതിലുണ്ടായിരുന്ന അമ്മമാരൊക്കെ അവളെ കെട്ടിപ്പിടിച്ചു കവിളിൽ ചുംബിച്ചു. തിരികെ അവൾ അവരെയും. ഹൃദയസ്പർശമായ കാഴ്ച. അവൻ്റെ കണ്ണുകൾ വികസിച്ചു. ലക്ഷ്മി അഗസ്ത്യയെ ഇടം കണ്ടിട്ട് നോക്കി. ഏതാ അമ്മയെ കുട്ടി? അഗസ്ത്യ ചോദിച്ചു. അതാ ഞാൻ പറഞ്ഞത് അച്ചുമോള്. അമ്മ പറഞ്ഞത് കേട്ടതും അഗസ്ത്യയുടെ കണ്ണുകൾ പിന്നെയും അവളെ തേടിയെത്തി. അവളുടെ ഓരോ പ്രവൃത്തികളും അവൻ ആകർഷിക്കുന്ന തരത്തിലുള്ളതായിരുന്നു. ഹൃദയത്തിനും മുഖത്തിനും ഒരുപോലെ സൗന്ദര്യമുള്ളവൾ. അവൻ്റെ ഹൃദയം മന്ത്രിച്ചു. ദിശ അമ്മമാരുമൊത്ത് അവരുടെ ഓർമ്മയ്ക്കായി ആ ഗാർഡനിൽ ചെടികൾ വെച്ച് പിടിപ്പിക്കുന്ന തിരക്കിലാണ്. ഒരു ചിത്രശലഭത്തെ പോലെ അവൾ ആ പൂന്തോട്ടത്തിൽ പാറിപ്പറന്നുകൊണ്ടിരുന്നു. ഒരൊറ്റ നിമിഷം കൊണ്ട് അവൾ അവൻ്റെ ഹൃദയം കീഴടക്കിയിരിക്കുന്നു. കുറച്ചുനേരം അവൻ ആ കാഴ്ച നോക്കി നിന്നു. അതിനിടയിൽ ചില കാര്യങ്ങൾ ഓർക്കവേ അവൻ്റെ മനസ്സ് ഉൾവലിഞ്ഞു. മുഖത്ത് പതിവ് ഗൗരവം വരുത്തി. അവർ നാളെ ഇവിടെ നിന്ന് പോവും. അവൾ പോയാൽ പിന്നെയും ഞാനിവിടെ തനിച്ചാവും. ലക്ഷ്മിയുടെ വാക്കുകൾ അവൻ്റെ ഹൃദയത്തിൽ എവിടെയോ കൊളുത്തി. ദച്ചമോളെ എന്നോട് പറയുക, എനിക്ക് കല്യാണം പ്രായമാകുമ്പോൾ അമ്മയുടെ മോനെ എനിക്ക് കല്യാണം കഴിച്ചു തരുമെന്ന്. കാന്താരി പെണ്ണ്, അവർ ചിരിയോടെ പറഞ്ഞു. എനിക്കെന്തോ ആ കാന്താരിയെ വലിയ ഇഷ്ടം. അവൾക്ക് എന്നെയും. ഞാൻ പറഞ്ഞു നിന്നോട് ചോദിച്ചിട്ട് പറയാന്ന്. നീ പോലീസാണെന്ന കാര്യമൊന്നും ആ കൊച്ചിനറിയില്ല. ഞാൻ പറഞ്ഞിട്ടില്ല. പോകുന്നതിന് മുൻപായി അവൾക്ക് നിന്നെ പരിചയപ്പെടുത്തി കൊടുക്കാനും പറഞ്ഞിരുന്നു. പാവം കൊച്ച്, അതിൻ്റെ ഒരു ആഗ്രഹമല്ലേ. നിനക്കൊന്ന് കണ്ടിട്ട് പോയിക്കൂടെ? ലക്ഷ്മി പറഞ്ഞതിന് മറുപടി പറയാതെ അഗസ്ത്യ അവരെയും കൊണ്ട് മുറിയിലേക്ക് നടന്നു. ഇതേ സമയം ദിശ ലക്ഷ്മിയുടെയും അഗസ്ത്യയുടെയും വരവും കാത്ത് പിന്നെയും കുറച്ചു നേരം ഗാർഡനിൽ ചിലവഴിച്ചു. അവരെന്നും ഗാർഡനിൽ വരുന്നതാണല്ലോ, ഇന്നെന്താ വരാഞ്ഞത് അവൾ ചിന്തിച്ചു. പോകുന്നതിന് മുൻപായി അവനെ ഒന്നുകൂടി കാണണം എന്നതിനാൽ അവൾ അവരുടെ മുറി ലക്ഷ്യം വെച്ച് നടന്നു. ആളുടെ കാർ പാർക്കിംഗ് ഏരിയയിൽ കിടക്കുന്നത് കണ്ടിരുന്നു. അതിനാൽ അവൻ മുറിയിലുണ്ടാവുമെന്ന് അവൾക്കറിയാമായിരുന്നു. അവരുടെ മുറിയുടെ അരികിലെത്തും തോറും അവളുടെ ഹൃദയം പെരുമ്പറ മുഴക്കിക്കൊണ്ടിരുന്നു. ഡോറിനരികിലെത്തിയതും ലക്ഷ്മിയമ്മയുടെ ശബ്ദം കേട്ട് അവൾ അവിടെ നിന്നു. അച്ചു, നീ ഒന്നും പറഞ്ഞില്ലല്ലോ. ആ കുട്ടിയോട് ഞാൻ എന്ത് പറയണം? അമ്മ എന്തൊക്കെയാണ് പറയുന്നത്? തലയ്ക്ക് വെളിവില്ലാത്ത ഒരു കൊച്ചു പെണ്ണ് എന്തെങ്കിലും പറഞ്ഞു വെച്ച് അമ്മ അതിനെ ഏറ്റുപിടിക്കുവാണോ? മുട്ടേന്ന് വിരിഞ്ഞിട്ടില്ല, അതിനു മുൻപ് പ്രേമിക്കാൻ നടക്കാണോ? +2 പഠിക്കുന്നു എന്നല്ല പറഞ്ഞത്. അതുപോലൊരു കൊച്ചു പെണ്ണിനെയാണോ ഞാൻ കല്യാണം കഴിക്കുക? സച്ചു, അതിന് നീ ഇപ്പം അവളെ കെട്ടണമെന്ന് ഞാൻ പറഞ്ഞു. ഒരു 3-4 വർഷമൊക്കെയും കഴിയുമ്പോൾ ആ കൊച്ചങ്ങ് വളർന്നോളും. എൻ്റെ അമ്മ, എനിക്ക് അത്രയും ഏജ് ഗ്യാപ്പുള്ള കൊച്ചിനെയൊന്നും വേണ്ടെങ്കിലോ. കൂടിപ്പോയാൽ 2-3 അത്ര മതി.
അമ്മ പറഞ്ഞതൊക്കെ വെച്ച് നോക്കുമ്പോൾ വെളിവില്ലാത്ത പെണ്ണത്. എൻ്റെ സങ്കല്പത്തിൽ അതുപോലൊരു പെണ്ണല്ല ഉള്ളത്. കുറച്ച് മെച്യൂരിറ്റിക്കും വേണം. ഇനി ഇക്കാര്യം പറഞ്ഞു വന്നാൽ അമ്മ ഇത് പറഞ്ഞാൽ മതി. ഞാൻ പോണു, എനിക്കിന്ന് ഒരല്പം തിരക്കുണ്ട്. അഗസ്ത്യ ധൃതി കൂട്ടി. എടാ, അവളെ ഒന്ന് കണ്ടിട്ട് പോവാടാ. ആ കൊച്ച് നാളെ ഇവിടുന്ന് പോവും. ഇനിയൊരു പക്ഷേ കാണാൻ പറ്റിയില്ലെങ്കിലോ? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ആ നാരങ്ങ മിഠായിയോട് പറഞ്ഞേക്ക് പ്രേമിച്ച് നടക്കാതെ മര്യാദക്ക് പോയി രണ്ടക്ഷരം പഠിക്കാൻ. അതും പറഞ്ഞ അഗസ്ത്യ അമ്മയോട് യാത്ര പറഞ്ഞു മുറിയിൽ നിന്നിറങ്ങി. ഇതൊക്കെയും പുറത്തു നിന്ന് കേൾക്കുകയായിരുന്നു ഉദിഷ. അവൾക്ക് അതൊക്കെയും കേട്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നി. കണ്ണ് ചെറുതായി നിറഞ്ഞു. അവൻ്റെ മുന്നിൽ പെടാതിരിക്കാൻ അവൾ അന്നേരം മറഞ്ഞു നിന്നു. അവൻ വരാന്തയിൽ കൂടി നടന്നു നീങ്ങുന്നത് അവൾ നിരാശയോടെ നോക്കി നിന്നു. ചിന്തയിൽ നിന്നുണർന്ന അഗസ്ത്യ ചുറ്റും കണ്ണോടിച്ചു. അന്നേരം ദിശ മുറിയിലില്ലായിരുന്നു. മുറിയിൽ ഭക്ഷണത്തിൻ്റെ പ്ലേറ്റുണ്ട്. അവൻ തനിയെ അതെടുത്ത് കഴിച്ചു. കൈ കഴുകി അവൻ അവളെ അന്വേഷിച്ചു ബാൽക്കണിയിലേക്ക് നടന്നു. ബാൽക്കണിയുടെ റെയിലിങ്ങിനോട് ചേർന്ന് നിൽക്കുന്ന ദിശയുടെ മനസ്സ് മറ്റെവിടെയോ ആയിരുന്നു. അവൻ അവളുടെ പിറകിലൂടെ വന്നു. അവളുടെ വയറിലൂടെ കയറ്റി ഇറകെ പുണർന്നു. അവൻ്റെ സാമീപ്യം അറിഞ്ഞിട്ടും അവളൊന്നും സംസാരിക്കുകയോ തിരിഞ്ഞു നോക്കുകയോ ചെയ്തില്ല. അതുപോലെ നിന്നു. എൻ്റെ നാരങ്ങ മിഠായി എന്നോട് പിണങ്ങിയോ? അവളുടെ കാതോരം ചുംബിച്ചു സ്വകാര്യം പോലെ അവൻ പറഞ്ഞു. അവൻ്റെ നാരങ്ങ മിഠായി എന്നുള്ള പ്രയോഗം കേട്ട് അവൾ ആശ്ചര്യത്തോടെ അവനെ നോക്കി. എന്താ ഇങ്ങനെ നോക്കുന്നത്? അവളുടെ കഴുത്തിൽ മുഖമുരസിക്കൊണ്ട് അവൻ ചോദിച്ചു. അപ്പോൾ ഞാനാണതെന്ന് അറിയായിരുന്നു അല്ലേ? അപ്പോൾ എന്നെ ഇവിടെ കണ്ടിട്ടുണ്ട്. എന്നിട്ടും എന്തിനായിരുന്നു ഇത്രയും നാൾ എൻ്റെ മുന്നിൽ അഭിനയിച്ചത്? അവൾ ചോദിച്ചു. കണ്ടിരുന്നു. ഒരു തവണ അമ്മ കാട്ടിത്തന്നിരുന്നു. നീ എന്നെ കാണണമെന്ന് ആഗ്രഹിച്ച അതേ ദിവസം. അവിടുത്തെ രോഗികൾക്ക് കരുത്ത് പകർന്നുകൊണ്ട് പൂന്തോട്ടത്തിൽ അവരോടൊപ്പം പൂമ്പാറ്റയെ പോലെ പറന്ന് നടന്ന് അവരുടെ ഉള്ളിൽ പ്രകാശം പരത്തുന്ന ആ പെൺകുട്ടി അന്നെൻ്റെ ഹൃദയത്തിൻ്റെ കോണിൽ സ്ഥാനം പിടിച്ചിരുന്നു. ആ പെൺകുട്ടി നീയാണെന്നറിയാവുന്നത് കൊണ്ടാണല്ലോ അന്ന് നിങ്ങളുടെ മാർച്ചിനിടെ നീ പരിക്കേറ്റ് വീണപ്പോൾ ഞാൻ നിന്നെയും കൊണ്ട് അവിടെ നിന്ന് ഓടിയത്. അല്ലാതെ ഏതോ ഒരു പെണ്ണിനെ പൊക്കിയെടുത്ത് ഓടാനും അവളുടെ ചുണ്ടിലെ മുറിവിൽ മരുന്ന് പുരട്ടാനും അവളെ എൻ്റെ സ്വന്തം വണ്ടിയിൽ വീട് വരെ ഡ്രോപ്പ് ചെയ്യാനും എന്തിനാ അവളുടെ പ്ലേറ്റിൽ കൈയിട്ട് ഭക്ഷണം കഴിക്കാനൊക്കെയും എൻ്റെ തലയിൽ ഓളാണല്ലോ. നീയാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാ നീയുമായി അടുത്തിടപഴകിയത്. ഇത് കേട്ടതും ദിഷയുടെ കണ്ണ് മിഴിഞ്ഞു വന്നു. അന്ന് രാവിലെ ജോഗിങ്ങിനിടയിൽ എന്നെ ഇടിച്ചു വീഴ്ത്തിപ്പോയ പെണ്ണ് നീയാണെന്ന് കണ്ടപ്പോൾ ഉള്ളിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം തോന്നിയതാ. പക്ഷെ നിന്റെ മുഖത്ത് യാതൊരു ഭാവമാറ്റവും ഇല്ല. എന്തിന് ആലുവ മണപ്പുറത്ത് കണ്ട പരിചയം പോലും ഈ നാരങ്ങ മിഠായി കാണിച്ചില്ല. പിന്നെ ഞാനെന്തിന് പരിചയം നടിക്കണം? അവളുടെ അണിവയറിൽ ഇക്കിൽ കൂട്ടിക്കൊണ്ടവൻ പറഞ്ഞു. അവൻ പറഞ്ഞത് കേട്ടപ്പോൾ അവൾ അവനെ കൂർപ്പിച്ചു നോക്കി. എന്നെ വേണ്ടെന്ന് പറഞ്ഞിട്ട് പോയ ആളല്ലേ, പിന്നെ ഞാൻ എന്തിന് പരിചയം നടിക്കണം? അന്ന് നിങ്ങൾ അമ്മയോട് സംസാരിച്ചതൊക്കെ ഞാൻ മുറിക്ക് വെളിയിൽ നിന്ന് കേട്ടിരുന്നു. ഒന്ന് കാണാൻ വേണ്ടി ഓടി വന്നതാ. നിങ്ങൾ പറഞ്ഞതൊക്കെ കേട്ടപ്പോൾ ഒരുപാട് സങ്കടമായി. ഇഷ്ടമുണ്ടായിട്ടും അന്ന് എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞത്? അവൾ പരിഭവിച്ചു. ഇത്രയും നാൾ എന്തിനായിരുന്നു നിന്നെ ഞാൻ അകറ്റി നിർത്തിയത്? അതുതന്നെയായിരുന്നു കാരണം. പക്ഷേ നിന്നെ വീണ്ടും കണ്ടപ്പോൾ എന്തോ വിട്ടുകളയാൻ തോന്നിയില്ല. അതൊരു പക്ഷേ എൻ്റെ സ്വാർത്ഥതയാവാം. പക്ഷെ നിന്നോട് അടുത്തിടപഴകാൻ പേടിയായിരുന്നു. കുഞ്ഞുങ്ങളുണ്ടാവില്ല എന്ന് സത്യം അറിയുമ്പോൾ നീ എന്നെ വിട്ടു പോകുമോ എന്നൊരു പേടി. അത്രയും പറഞ്ഞ് അവൻ ആഞ്ഞൊരു ശ്വാസം വലിച്ചു. അപ്പോൾ എന്നെക്കുറിച്ച് അങ്ങനെയൊക്കെയാണല്ലേ കരുതിയത്? അവൾ അവൻ്റെ നെഞ്ചിൽ ചെറുതായി കടിച്ചുകൊണ്ട് പറഞ്ഞു. സോറി പെണ്ണേ. അന്നേരം അവൻ അവളുടെ നെറുകയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. അല്ല, നിന്നെ വേണ്ടെന്ന് പറഞ്ഞിട്ട് പോയ ആളല്ലേ, എന്നിട്ടെന്തിനാ നീ അയാളെ തന്നെ കല്യാണം കഴിച്ചത്? അവനേക്കാൾ നല്ലൊരുത്തനെ കെട്ടി മുന്നിൽ കൂടി നടക്കണമായിരുന്നു. അവിടെയല്ലേ നിന്റെ വിജയം? കുറുമ്പോടെ പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ പൊക്കിൽ ചുഴിയിലേക്ക് ആഴ്ന്നിറങ്ങി. അവൻ്റെ പ്രവൃത്തി അവളിൽ വിറയലുണ്ടാക്കി. അത് പിന്നെ എനിക്കൊരു തരം വാശിയായിരുന്നു. നഷ്ടപ്പെട്ടത് സ്വന്തമാക്കണമെന്ന വാശി. പിന്നെ അവനേക്കാൾ നല്ലവനെ കണ്ടെത്താൻ എനിക്ക് കഴിയില്ലെന്ന നല്ല ബോധ്യവും ഉണ്ടായിരുന്നു. അവളുടെ തുറന്ന പറച്ചിൽ അവനിൽ തണുപ്പ് പടർത്തി. അതെ, എന്നിട്ട് അവനെ സ്വന്തമാക്കിയോ? അവളുടെ കാതിൽ സ്വകാര്യം പോലെ അവൻ ചോദിച്ചു. അതാണല്ലോ ഞാനിപ്പോൾ അയാളുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നത്. ഇങ്ങനെ നിന്നാൽ മാത്രം മതിയോ? നിനക്കവനെ പൂർണ്ണമായും സ്വന്തമാക്കണ്ടേ? അവൻ്റെ സ്വരം നേർത്തു തുടങ്ങി. അത്രമേൽ പ്രണയാർദ്രമായിരുന്നു അവൻ്റെ സ്വരം. അവൻ്റെ കൈവിരൽ അവളുടെ വയറിൽ അലഞ്ഞു നടന്നു. അതവളുടെ വയറിൽ നിന്ന് മുകളിലോട്ട് എഴുന്നു നീങ്ങി അവളുടെ മാറിലെത്തി നിന്നു. അവളുടെ ഇരുമാറിലും അവൻ പിടിമുറുക്കി. ചച്ചുവേട്ടാ, എന്താ ഇത്? വിടന്ന്, നമുക്ക് ഒരുമിച്ച് കുടിച്ചാലോ? അവളുടെ മാറിടം താഴുകിക്കൊണ്ടവൻ പറഞ്ഞു. അവൻ്റെ കൈവിരലുകൾ അവളുടെ ഇന്നറിനുള്ളിലേക്ക് നൂണ്ട് കയറാനൊരുങ്ങവെയാണ് ദിഷയ്ക്ക് എന്തോ ഓർമ്മ വരുന്നത്. തൻ്റെ ടോപ്പിനുള്ളിൽ നിന്നും അവൻ്റെ കൈ എടുത്തു മാറ്റി അവൾ അവനിൽ നിന്ന് അടർന്നു മാറി. അവൻ്റെ ഒടിഞ്ഞ കൈയിലേക്ക് വല്ലാത്ത ഭാവത്തിലൊന്ന് നോക്കി.
നോക്കുമ്പോൾ കയ്യിൽ സ്ട്രിങ് പൗച്ചുമില്ല, കെട്ടുമില്ല. എന്നെ പറ്റിച്ചതാ എന്ന പോലെ അവൾ അവനെ ദഹിപ്പിച്ച് നോക്കിയതും അവളുടെ അടുത്ത പ്രവൃത്തി മുൻകൂട്ടി കണ്ട അവൻ അവളെ പൊക്കിയെടുത്തിരുന്നു. ദുഷ്ട, വിടണം എന്നെ. എടാന്നാ, ആരടി ഏട്ടാ? താൻ തന്നെ. താനോ? ആഹാ, അത്രയ്ക്കായോ? എൻ്റെ നാരങ്ങ മിഠായി, നിന്നെ ഞാനിന്ന് ശരിയാക്കി തരുന്നുണ്ട്. അതും പറഞ്ഞ് അവൻ അവളെയും കൊണ്ട് വാഷ്റൂമിലേക്ക് നടന്നു. സജ്ജുമായിട്ട് താടിയിറക്ക്, എനിക്ക് ചിലത് അറിയാനുണ്ട്. ഈ ലക്ഷ്മിയും ആരാ? അവരും നിങ്ങളും തമ്മിലുള്ള ബന്ധം എന്താ? അവരിപ്പോൾ എവിടെയാണുള്ളത്? പറ സജ്ജുവേട്ടാ, എനിക്കത് അറിഞ്ഞേ പറ്റൂ. അതൊക്കെ ഞാൻ നാളെ പറയാം, പോരെ? ഇന്ന് രാത്രി നമുക്കിടയിൽ ആരും വേണ്ട. ആരും. നീയും ഞാനും മാത്രം മതി. ആദ്യം ഒരുമിച്ചൊരു കുളി, അത് കഴിഞ്ഞു എനിക്ക് നിന്നെ ശരിക്കും സ്നേഹിക്കണം. അവൻ പറഞ്ഞത് കേട്ടതും അവളുടെ ഉള്ളിൽ പരിഭ്രമം നിറഞ്ഞിരുന്നു. അപ്പോഴേക്കും അവരും വാഷ്റൂമിൽ എത്തിയിരുന്നു. ഷവർ ഓൺ ചെയ്ത് അവളുമായി ഷവറിന് കീഴെ നിന്നതും ഇരുവരെയും ഒരുമിച്ച് നനച്ചുകൊണ്ട് വെള്ളത്തുള്ളികൾ താഴേക്ക് ഒളിച്ചിറങ്ങി. അവൻ്റെ നാമം ഉരുട്ടുണ്ട് അവളെന്തോ പറയാൻ വന്നതും അവൻ അവളുടെ ചുണ്ടിന് കുറുകെ വിരൽ വെച്ചു. ആ നിമിഷം അവൾ അവനെ തന്നെ നോക്കി നിന്നു. അവൻ അവളെയും. ഇരുവരുടെയും മുഖത്തു കൂടി വെള്ളം എങ്ങനെ താഴേക്ക് ഒഴുകുന്നുണ്ട്. ഇരുവരും സ്വയം മറന്ന് പരസ്പരം കണ്ണുകളിലേക്ക് ആഴ്ന്നിറങ്ങി. അവൻ അവളുടെ നിറകയിൽ ചുംബിച്ചു. മൂക്കിൻ തുമ്പിലും ചുണ്ടിലും അവൻ്റെ അതരങ്ങൾ അമർന്നു. ആ നിമിഷം അവളുടെ ഉടലാകെ തണുപ്പ് പടർന്നതും അവൾ അവൻ്റെ നെഞ്ചിലേക്ക് പതുങ്ങി. അടുത്ത നിമിഷം അവൻ അവളുടെ ടീഷർട്ട് തലവഴി വലിച്ചൂരിയതും അവളുടെ ഉള്ളമൊന്ന് വിറച്ചു. അവൾ ഒന്നുകൂടി അവനിലേക്ക് പതുങ്ങി. അവൻ അന്നേരം അവളെ തന്നിൽ നിന്നും അടർത്തി മാറ്റി. അവളുടെ അരയ്ക്ക് മീതെ അവൻ്റെ കണ്ണുകൾ ഒഴുകി നടന്നു. ഇന്നർ വെയർ ധരിച്ചു നിൽക്കുന്ന അവളുടെ മേനിയിലേക്ക് അവൻ വല്ലാത്ത ഭാവത്തിൽ നോക്കി. അവളുടെ മുൻവശത്തേക്ക് വീണ് കിടക്കുന്ന മുടിയിഴകൾ പിന്നിലേക്ക് മാടിയൊതുക്കി. അവൻ്റെ നോട്ട് അവളുടെ മാറടിക്കിലേക്ക് നീണ്ടതും അവളിൽ നാണം നിറഞ്ഞു. അവളുടെ തോളിലും കഴുത്തിലും മാറടിക്കിലും അവൻ്റെ ചുണ്ടുകൾ ഇടതടവില്ലാതെ അമർന്നു. അവൻ അവളുടെ ഇന്നർ വെയർ വലിച്ചു താഴ്ത്താനൊരുങ്ങിയതും അവൾ അവനിൽ നിന്നും അടർന്നു മാറി മുഖം തിരിഞ്ഞു നിന്നു. മുഖം തിരിഞ്ഞു നിൽക്കുന്ന പെണ്ണിനെ അവൻ ഒരു നിമിഷം നോക്കി നിന്നു. അവളുടെ പുറം മേനിയിലൂടെ അവൻ്റെ കണ്ണുകൾ അലഞ്ഞു നടന്നു. അവളുടെ അരികിൽ ചെന്ന് നിന്ന് അവളുടെ മുടി വകഞ്ഞു മാറ്റി അവളുടെ തോളിൽ ചുംബിച്ചു. അതോടൊപ്പം അവളുടെ ഇന്നർ വെയറിൻ്റെ ഒക്കെ അവൻ അഴിച്ചു മാറ്റി അത് അവളിൽ നിന്നും പൂർണ്ണമായും അടർത്തി മാറ്റി. അവളുടെ പുറം മേനിയിൽ അവൻ്റെ ചുണ്ടുകൾ അലഞ്ഞു നടന്നു. അവൾ തൻ്റെ ഇരു കൈയും ചുരുട്ടിപ്പിടിച്ചു. അവൾ ഇപ്പോഴും മുഖം തിരിഞ്ഞു നിൽപ്പാണ്. അവൻ്റെ കൈ അവളുടെ ഇടുപ്പിലൂടെ എഴിഞ്ഞ് അവളുടെ വയറിലേക്ക് നീണ്ടു. അവിടുന്ന് അവൻ തൻ്റെ കൈ മുകളിലോട്ട് ചലിപ്പിച്ചു. അവൾ അതുപോലെ തന്നോട് അടുപ്പിച്ചു. ഏറെ ആവേശത്തോടെ അവളുടെ ഇരു മാറിലും അവൻ ഞെരടിയതും അവൾക്കത് വേദനിച്ചു. സച്ചുവേട്ടാ, എനിക്ക് നൊന്തുട്ടോ. അവന് നേരെ തിരിഞ്ഞു അവൻ്റെ നെഞ്ചിലേക്ക് പതുങ്ങിക്കൊണ്ടവൾ പറഞ്ഞു. എവിടെയാ എൻ്റെ നാരങ്ങ മിഠായിക്ക് വേദനിച്ചേ? നോക്കട്ടെ. അവൻ കുറുമ്പോട് ചോദിച്ചതും അവൾ അവൻ്റെ നെഞ്ചിൽ പല്ലുകൾ ആഴ്ത്തി. അവൾ അവനെ നേരെ നിർത്തി. അവളിലെ അർദ്ധനഗ്നതയെ ആസ്വദിച്ചു. അതവളിൽ നാണം നിറച്ചു. അവൾ കൈകൊണ്ട് തൻ്റെ മേനി മറക്കാൻ ശ്രമിച്ചുവെങ്കിലും അവൻ അവളുടെ കൈ പിടിച്ചു വെച്ചു. അമ്മ പറഞ്ഞതുപോലെ 3.5 വർഷം കൊണ്ട് ആ കൊച്ചു പെണ്ണെ വല്ല പെണ്ണായി. എനിക്ക് കണ്ണെടുക്കാൻ തോന്നുന്നില്ല. അവളുടെ മേനിയിലേക്ക് നോട്ടമെറിഞ്ഞുകൊണ്ടവൻ കുറുമ്പോടെ പറഞ്ഞതും അവൾ നാണത്തോടെ അവൻ ആഞ്ഞു പുൽകി. ഇരുവരും ഒരുപാട് നേരം പരസ്പരം പുണർന്നങ്ങനെ നിന്നു. അവളുടെ പാൻറ് അവളിൽ നിന്നും അടർന്നു വീണത് തിരിച്ചറിഞ്ഞ അവൾ വെപ്രാളത്തോടെ അവനെടുത്ത ടവൽ വലിച്ചൂരി ഉടുത്തു. അവൾ അവനെ കൂർപ്പിച്ചു നോക്കിയതും അവൻ കുറുമ്പ് നിറഞ്ഞ ചിരിയാണ് പകരം നൽകിയത്. അവൾ ആ ടവൽ മാറോളം ഉടുത്ത് അല്പം മാറി നിന്നതും അവൻ ബോക്സറും ധരിച്ചു കുളി തുടർന്നു. കുളി കഴിഞ്ഞ് മറ്റൊരു ടവൽ കൊണ്ട് തല തുടച്ചു. അവളുടെ മുന്നിൽ വെച്ച് തന്നെ തന്നിൽ അവശേഷിക്കുന്ന വസ്ത്രവും അടർത്തി മാറ്റി ദേഹം തുടച്ചു ആ ടവൽ എടുത്തു. ആ കാഴ്ച കണ്ടതും അവൾ നോട്ടം മാറ്റിക്കളഞ്ഞു. പെട്ടെന്ന് വാ, ഞാൻ കാത്തിരിക്കും എന്നും പറഞ്ഞ് അവിടെ നിന്ന് നടന്നു നീങ്ങുന്നവനെ കണ്ടതും അവളുടെ ചുണ്ടിൽ ചിരി വിരിഞ്ഞു. കുളി കഴിഞ്ഞു അവൾ ടവലും ചുറ്റി വന്നപ്പോൾ അഗസ്ത്യ മുറിയിലില്ലായിരുന്നു. അവൾക്ക് ധരിക്കാനുള്ള ഡ്രസ്സ് ബെഡിൽ അവൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതെടുത്ത് നോക്കി. മിനി സ്കേർട്ട്, ന്യൂഡിൽ സ്ട്രാപ്പ് ടോപ്പ്, അതും പൊക്കലിന് മീതെ വരുന്നത്. അവളുടെ മുഖത്ത് നാണം വിരിഞ്ഞു. അവൾ അതുമായി ഡ്രസ്സിംഗ് റൂമിലേക്ക് നടന്നു. അതും ധരിച്ച് കണ്ണാടി കൂടി നോക്കിയപ്പോൾ അവൾക്ക് തന്നെ നാണം വന്നു. മുട്ടിന് മീതെ വരുന്ന സ്കേർട്ട്. അവൾ തൻ്റെ വയറിലേക്ക് നോട്ടമറിഞ്ഞു. വയർ ഇത്രയും ഭംഗിയുണ്ടായിരുന്നു? അവൾ സ്വയമേ ചോദിച്ചു. ഇത്തിരി കൂടി ഭംഗി കൂട്ടിയേക്കാം, DCP ഞെട്ടട്ടെ. ഞാൻ എന്തൊക്കെയായി പറയുന്നത്? അവളിൽ നാണം നിറഞ്ഞു. അവൾ തൻ്റെ വാർഡ്രോബ് തുറന്നു. പേളിൻ്റെ ഹിപ്പ് ചെയിൻ എടുത്ത് ധരിച്ചു. ശേഷം ഒന്നുകൂടെ കണ്ണാടി കൂടി നോക്കി ഭംഗി ഉറപ്പ് വരുത്തി. ഇങ്ങനെ കണ്ണാടി നോക്കി സ്വയം സൗന്ദര്യം ആസ്വദിക്കുന്നത് അവൻ കണ്ടാൽ മോശമാണെന്ന് അറിയാവുന്നത് കൊണ്ട് അവൾ ബെഡിൽ വന്ന് കിടന്നു. അവളുടെ ആ കിടത്തം കണ്ടോട്ടാണ് അവൻ മുറിയിലേക്ക് വരുന്നത്. ബാൽക്കണി ഡോറും അടച്ച് അവൻ അവളുടെ അരികിലേക്ക് നടന്നു.
അവൾ കണ്ണടച്ച് ഉറക്കം നിറച്ച് കിടപ്പുണ്ട്. ഈ ഡ്രസ്സിൽ അവളെ കാണാൻ താൻ പ്രതീക്ഷിച്ചതിലും അധികം ഹോട്ടാണ്. അവൻ്റെ ഉള്ളം മുഴഞ്ഞു. അതിൻ്റെ കൂടെ അവളുടെ വയറിൽ പറ്റിക്കിടക്കുന്ന ആ ഹിപ്പ് ചെയിൻ, അത് കാണവേ അവൻ്റെ കണ്ണുകൾ തിളങ്ങി. നാവ് കൊണ്ട് അവളുടെ ചുഴിയുടെ ആഴമളന്നു. അവിടെ അമർത്തി ചുംബിച്ചു. അവളുടെ ഹിപ്പ് ചെയിൻ കടിച്ചു പൊട്ടിക്കാൻ അവൻ്റെ ഉള്ളം വെമ്പി. പ്രണയത്തിനും അപ്പുറം അവനിൽ മറ്റെന്തൊക്കെയോ വികാരങ്ങൾ നിറച്ചു. മനഃപൂർവ്വം AC ഓഫ് ചെയ്ത് ഫാനിൻ്റെ സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ അവളുടെ പാവാട പാറി പറന്നു നടന്നു. അവൻ്റെ കണ്ണുകൾ ഒന്നുകൂടെ വികസിച്ചു. കാര്യം മനസ്സിലായി അവൾ കണ്ണു തുറന്നു നോക്കുമ്പോൾ കുസൃതി ചിരിയാലെ അവൻ അവളുടെ കാലിൻ്റെ ഭാഗത്ത് വന്നിരിപ്പുണ്ട്. അവൻ്റെ നോട്ടത്തിനർത്ഥം മനസ്സിലായതും അവൾ പാവാട കൂട്ടിപ്പിടിച്ചു. അവൻ കള്ളച്ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോട്ടം പായിച്ചു. പുരികം പൊക്കി. സാർ, പുറത്ത് 2 പേര് കാണാൻ വന്നിട്ടുണ്ട്. എന്തോ മിസ്സിങ് പരാതിയുമായി വന്നതാണ്. കൂടെ ഒരു കുഞ്ഞുണ്ട്. ഐ തിങ്ക് അത് ആ രോഹിത്തിൻ്റെ കുഞ്ഞാണെന്നാണ്. ഞാനൊരു തവണ കണ്ടതാണല്ലോ. ആര്യൻ പറഞ്ഞത് കേട്ടതും അഗസ്ത്യ അവരെ അകത്തേക്ക് കയറ്റിവിടാൻ പറഞ്ഞു. ഒരു സ്ത്രീയും പുരുഷനും അകത്തേക്ക് കയറി വന്നു. അവരുടെ കൂടെയുള്ള കുട്ടി ആര്യൻ പറഞ്ഞതുപോലെ രോഹിത്തിൻ്റെ കുട്ടിയാണ്. സാർ, ഞാൻ ജോസഫ്, ഇതെൻ്റെ ഭാര്യ റീന. ഈ ഫോട്ടോയിൽ കാണുന്ന ആൾ ഞങ്ങളുടെ ഔട്ട് ഹൗസിൽ താമസിച്ച് വരികയായിരുന്നു. 2 ദിവസമായി അയാളെ കാണുന്നില്ല. പതിവ് പോലെ ഈ കൊച്ചിനെ ഞങ്ങൾ ഏൽപ്പിച്ച് പോയതാണ്. അവർ കാണിച്ച ഫോട്ടോയിലുള്ളത് രോഹിത്താണെന്ന് കണ്ടതും അഗസ്ത്യയുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു.